ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഓട്സും ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 6 സ്ലൈസ് മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഏത് തരം ബ്രെഡ് വേണമെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇതിനി നമുക്ക് പകുതിയായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീറ്റ് മസാലയോ ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. മുട്ടയിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പ്ലേറ്റിൽ 1/2 കപ്പ് ഓട്സ് കൂടി എടുത്തിട്ടുണ്ട്. ഓട്സിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലെക്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തതിന് ശേഷം മുട്ടയിലൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓട്സിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരെ ഫ്രൈ പാനിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയിരിക്കുന്ന കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രൈങ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡ് കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഈവനിങ് സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആണെങ്കിലും ഇൻഗ്രീഡിയൻസിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.